ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് അവൾ ഉപ്പ് തൂണായി തീർന്നു. അപ്പം എന്താ പറഞ്ഞത്? പിന്തിരിഞ്ഞ് നോക്കരുത് എന്നാ പറഞ്ഞത്. പക്ഷെ പിന്തിരിഞ്ഞ് നോക്കി, അത് അബദ്ധമായി. ഇത് ഇപ്പം ആദത്തോടും ഹവ്വായോടും പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇപ്പോൾ ഭക്ഷിച്ച? അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചോന്നറിയില്ല അവർ തന്നെ. ഇപ്പം ലോത്തിൻ്റെ ഭാര്യ, ഇപ്പം പിന്തിരിഞ്ഞ് നോക്കി ഇപ്പം എന്താ സംഭവിക്കണമെന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം നോക്കിയത്. ദൈവം മനുഷ്യന് നൽകുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. തിന്മയുണ്ട്, നന്മയുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അത് പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കാം, പിന്തിരിഞ്ഞ് നോക്കരുത്, ഈ രണ്ട് ഓപ്ഷനാണ് ലോത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ദൈവം പറഞ്ഞ ഓപ്ഷൻ പിന്തിരിഞ്ഞ് നോക്കരുത്, എന്തു ആകട്ടെ അതൊന്നനുസരിക്കുക. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കി, അപ്പോൾ ആകെ പെട്ടുപോയി. ആദത്തോടും ഹവ്വായോടും പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. എന്തു ആകട്ടെ, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞല്ലോ, ഭക്ഷിക്കരുത്. അപ്പോൾ ഭക്ഷിക്കാനായിട്ട് ഹവ്വ ആദത്തിന് കൊടുക്കാൻ വേണ്ടി പഴം കയ്യിൽ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുക. ദൈവത്തിന് ആ സമയത്ത് ഇടപെടാമായിരുന്നല്ലോ. ഹവ്വ, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ പഴം ഭക്ഷിക്കരുതെന്ന്, എന്നിട്ട് നീ എന്താണത് കയ്യിലെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാമായിരുന്നു. ദൈവം ചോദിക്കുകയില്ല. ഇനി ദൈവം സർവശക്തനല്ലേ, ദൈവത്തിന് എന്തെങ്കിലും കൊണ്ട് എറിഞ്ഞ് അത് ഹവ്വയുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയാമായിരുന്നു, ചെയ്തില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. തിന്മ വേണമെങ്കിൽ തിന്മ എടുക്കാം, നന്മ വേണമെങ്കിൽ നന്മ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പള്ളി പോകണമെങ്കിൽ പള്ളി പോകാം, പള്ളി പോകണ്ടെങ്കിൽ പോകണ്ട, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ നന്മ തിരഞ്ഞെടുത്താൽ ഉടനടി അനുഗ്രഹമാണ്. തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുകയൊന്നുമില്ല, പെട്ടെന്നൊന്നും ശിക്ഷിക്കുകയല്ല, വരവും കാത്ത് നോക്കിയിരിക്കും.